നമ്മളുടെ പലപ്പോഴും പ്രാക്ടീസില്ലേ പല അമ്മമാരും അല്ലെങ്കിൽ ഉമ്മമാരും വന്നിട്ട് പറയും, ഡോക്ടറെ എൻ്റെ മോളുടെ പല്ല് പൊങ്ങിയിട്ടുണ്ട്, ഞാൻ അവളോട് നല്ലോണം അമർത്തി പല്ല് തേക്കാൻ പറയാറുണ്ട്, പക്ഷെ അവൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഉമിക്കരി തേച്ച് നല്ലോണം അമർത്തി തേച്ച് കഴിഞ്ഞാൽ പല്ല് താവില്ലേ, എന്തിനാ വെറുതെ കമ്പി ഇടുന്നത് എന്ന് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും നമ്മളൊരു ഉമിക്കരി തേച്ച് പല്ല് അമർത്തി തേച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ പൽപ്പൊടി ഉപയോഗിച്ച് അമർത്തി കുറച്ച് നേരം പിടിച്ചത് കൊണ്ടോ ഒരിക്കലും നമ്മൾ പല്ലുകൾ താഴാൻ പോകുന്നില്ല. നമ്മൾ ഏതൊരു സാധനം നീങ്ങണമെങ്കിലും അതിന് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ അലൈനർ ആണെങ്കിലും നമ്മൾ ക്ലിപ്പ് ഇടുന്ന മുത്തൊട്ടിച്ചിട്ടുള്ള കമ്പികളാണെങ്കിലും അതിന് കണ്ടിന്യൂസ് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പല്ലുകൾ അങ്ങോട്ട് നീങ്ങിപ്പോവുള്ളൂ. പല്ല് എന്ന് പറഞ്ഞാൽ അത്രയും ഹാർഡസ്റ്റ്, ബോഡിയിലെ ഏറ്റവും വലിയ ഹാർഡസ്റ്റ് സാധനമാണ്. നമ്മൾ എത്രയും ഫോഴ്സുള്ള സാധനങ്ങളൊക്കെ കടിക്കുമ്പോഴും അതിന് അടക്കം തട്ടാത്ത അത്രയും സ്ട്രോങ് ആയിട്ടാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്, അത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നീങ്ങുള്ളൂ. നമ്മളൊരു പൽപ്പൊടി വെച്ച് തേക്കുമ്പോൾ അതിൽ മോർ അബ്രസീവ് ഏജൻസാണ്. അത് നമ്മൾ തേഞ്ഞു പോകുന്ന സാധനങ്ങൾ, അത് പല പല പാർട്ടിക്കിൾസ് പല പല സൈസിലുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അതും പ്രത്യേകിച്ച് നമ്മൾ വിരൽ കൊണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അത്രയും ഫോഴ്സിൽ പല്ല് തേക്കുന്ന സമയത്ത് പല്ലുകൾ തേഞ്ഞു പോവുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇനാമൽ പോവും, പിന്നീട് ഡെൻറ്റിൻ പോവും, പിന്നീട് അത് സെൻസിറ്റിവിറ്റിയും പെയിനും സ്വെല്ലിങ്ങും വീക്കൊക്കെ ആയിട്ട് മാറാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. താങ്ക് യു.